നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു യഹൂദ്യ വിടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നുവെന്ന് പരീശന്മാർ കേട്ടുവെന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചെഴുതാനും അവൻ യഹൂദ്യദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. കർത്താവായ യേശുക്രിസ്തു യഹൂദ്യ വിട്ട് തെക്കൻ സംസ്ഥാനമായ യഹൂദ്യ വിട്ട് വടക്കൻ സംസ്ഥാനമായ ഗലീലയ്ക്ക് പോകാൻ ഇപ്പോൾ ഒരു കാരണമുണ്ട്. തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു കോസുണ്ടായി. അത് യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനപ്പെടുത്തുന്നു എന്ന് പരീശന്മാർ കേട്ടു. പരീശന്മാർ യോഹന്നാന്റെ കൈക്കീഴെ സ്നാനപ്പെടുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്തിട്ടില്ല. യേശുവിൻ്റെ അടുക്ക വന്ന് മാനസാന്തരപ്പെടാനോ സ്നാനപ്പെടാനോ സന്നദ്ധരായിട്ടില്ല. എന്നാലും അവര് ഇതെന്താ ഒരേ സമയത്ത് 2 പേര് സ്നാനം നടത്തുന്നത്? യോഹന്നാൻ പ്രത്യേക വസ്ത്രമൊക്കെയുള്ള പ്രത്യേക ഭക്ഷണമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ നിശിതമാണ്, മൂർച്ചയേറിയതാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പരീക്ഷ ചുങ്കക്കാരും പാപികളും പടയാളികൾ പോലും വന്ന് മാനസാന്തരപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നുണ്ട്. വളരെ ജനസമൂഹം യോഹന്നാനെ അനുഗമിക്കുന്നുണ്ട്. അതിനാൽ നല്ലൊരു മാനസാന്തരം തീർച്ചയായിട്ടും ആ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഗലീലക്കാരനായ യേശു യഹൂദിയിൽ വരുന്നത്. യേശുവും യോഹന്നാന്റെ കൈക്കീഴെ യേശു സ്നാനപ്പെട്ടു എന്നുള്ളത് ഇതിനോടൊക്കെ ആളുകൾ അറിഞ്ഞു കാണും. അപ്പോൾ യോഹന്നാന്റെ കൈക്കീഴെ വന്ന് സ്നാനപ്പെട്ട പുള്ളി കുറെ ആളിനെ കൂട്ടി സമാന്തരമായിട്ട് ഒരു സ്നാനവും പരിപാടിയും ഒക്കെ നടത്തുന്നു. അപ്പം അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ആരോപണമായിട്ട് പരീശന്മാർ കണ്ടെത്തി. യേശുവിന് വേണേൽ പറയാം, ഞാനാരെയും സ്നാനപ്പെടുത്തുന്നില്ല, എൻ്റെ ശിഷ്യന്മാരാണ് സ്നാനപ്പെടുത്തുന്നത്. പക്ഷേ ആ ന്യായത്തിനും വാദത്തിനും ഒന്നും യേശു പോകുന്നില്ല. പിന്നെ ഞാൻ സ്നാനപ്പെടുത്തുന്നതിന് യോഹന്നാന് വിരോധമില്ലല്ലോ, അങ്ങനെ യേശുവിന് പറയാം. പക്ഷേ യേശു അതും പറയാൻ പോയില്ല. പിന്നെ യേശുവിന് വേണേൽ പറയാം, യോഹന്നാൻ എനിക്ക് വഴിയൊരുക്കി, എനിക്ക് മുന്നോടിയായിട്ട് പിതാവ് അയച്ചതാണ് യോഹന്നാന് സ്നാനപരിപാടി നിർത്തേണ്ടതാണ്, അങ്ങനെയും വേണേൽ പറയാം. യോഹന്നാനെ കുറ്റം പറയാം. പിന്നെ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പലതും പറയാം. പക്ഷേ യേശു അതിനൊന്നും തയ്യാറായില്ല. യേശു ഒരു വഴക്കൊഴിവാക്കാൻ, ഒരു സംവാദം ഒഴിവാക്കാൻ, ഒരു കുശുകുശുപ്പ് ഒഴിവാക്കാൻ വേണ്ടി ആ പ്രദേശത്തുനിന്ന് പോവുകയാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു കാര്യമല്ല. യോഹന്നാൻ സ്നാപകനെ ഹെരോദാവ് കഴുത്തറുത്ത് കൊന്നു. അതറിഞ്ഞപ്പോഴും യേശു അവിടം വിട്ടു പോവുകയാണ്, യോർദാൻ അക്കരയ്ക്ക് പോവുകയാണ്. കാരണം എനിക്ക് വഴിയൊരുക്കാൻ വന്ന ആളാണ്, എന്നെ സ്നാനപ്പെടുത്തിയ ആളാണ്. ഹെരോദാവിൻ്റെ പാപത്തെ അവൻ നേരിട്ട് വന്നാണ് പറഞ്ഞത്, ജനങ്ങളോടല്ല. അകാരണമായിട്ടാണ് യോഹന്നാനെ തടവിലാക്കിയത്. ഇപ്പോൾ ആരണ്ട ഡാൻസ് കണ്ടിട്ട് സംപ്രീതനായിട്ട് പ്രവാചകനെ കഴുത്തറുത്ത് കൊല്ലുവാനിടയായി. ഇതൊക്കെ മര്യാദകേടാണ്, ദൈവകോപം ഉണ്ടാകും എന്നൊക്കെ വേണമെങ്കിൽ ഈ ഹെരോദാവിനോട് പോയി യേശുവിന് പറയാം. അല്ലെങ്കിൽ തൻ്റെ ആളുകളുമായിട്ട് ഒരു പ്രക്ഷോഭം, ഒരു കൂട്ടപ്രാർത്ഥനയൊക്കെ വേണമെങ്കിൽ നടത്താം. യേശു അതിനൊന്നും തയ്യാറായില്ല. യേശു ആ പ്രദേശത്ത് തന്നെ നിന്നില്ല. ഈ വാർത്ത അറിഞ്ഞപ്പോൾ യേശു ആ ബോഡി കാണാനായിട്ട് തലയെടുത്തെങ്കിലും ബാക്കി ഉടലുണ്ടല്ലോ, ആ ഉടൽ കാണാനോ ഒന്നും പോയില്ല. അതാണ് യേശുവിൻ്റെ ദിവ്യ സ്വഭാവം. പരമാവധി വഴക്കുകൾ ഒഴിവാക്കി, ഇടർച്ചകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം. അതാണ് കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നത്. ഇവിടെ ആളുകൾ ഒരു കുശുകുശുപ്പ് തുടങ്ങിയപ്പോൾ യെശുവിന് മനസ്സിലായി, എൻ്റെ ഇവിടുത്തെ ശുശ്രൂഷ അവസാനിച്ചു. അതിൻ്റെ സൂചനയാണിത്. യേശു യഹൂദ്യദേശം, തെക്കേ ദേശം, യെരുശലേമിൻ്റെ പ്രാന്തപ്രദേശം വിട്ടിട്ട് വടക്കോട്ട് ഗലീല സംസ്ഥാനത്തിൽ ലക്ഷ്യമാക്കി പോകാൻ
ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ആ താഴ്മയും കർത്താവിൻ്റെ ആ സമാധാനപ്രിയവും, വഴക്കൊഴിവാക്കാനുള്ള ആ സമാധാനപ്രിയവും തീർച്ചയായിട്ടും അനുകരണീയമാണ്. അത് ഫോളോ ചെയ്യുവാൻ കർത്താവ് നമ്മെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.